ഹലോ ടിയേഴ്സ്, ആറാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നൊരു സ്റ്റോറിയാണ് ദ ബോയ് ഹു ഹാണസ് ദ വിൻഡ്. ഈ സ്റ്റോറിയുടെ മലയാളം എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, നോക്കാം. ദ ബോയ് ഹു ഹാണസ് ദ വിൻഡ്. ഹാണസ്ഡ് എന്ന് വെച്ചാൽ കടിഞ്ഞാണിട്ടു. ഏതിനാണ്? ദ വിൻഡ്, കാറ്റിനെ കടിഞ്ഞാണിട്ട ബോയ്, ആൺകുട്ടിയുടെ കഥയാണ്, സ്റ്റോറിയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. അതായത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഒരു കുട്ടി. നോക്കാം. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ മലാവി. മലാവി എവിടെയാണ്? ഇവിടെ രണ്ട് കോമക്കകത്താണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? മലാവിയെക്കുറിച്ചാണ് പറയുന്നത്. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ മലാവി. മലാവി എന്നുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിൽ. മലാവി എവിടെയാണ്? എ പുവർ വില്ലേജ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലുള്ള ഒരു ദരിദ്ര രാജ്യമാണ് മലാവി. പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ് ദിയർ ഹോംസ്. അതായത് അവിടെയുള്ള ആൾക്കാർക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള കാശൊന്നും അവരുടെ കയ്യിൽ ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഈ സെൻറ്റൻസ് എങ്ങനെ വായിക്കാം? ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ മലാവി പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ് ദിയർ ഹോംസ്. മലാവി എന്നുള്ള ചെറിയ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് എന്തില്ല? അവരുടെ വീട്ടിൽ ലൈറ്റിംഗ്, വിളക്ക് കത്തിക്കാനുള്ള കാശ് ഇല്ല. അതായത് ഈ രണ്ട് കോമക്കകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സെൻറ്റൻസിൻ്റെ കൂടെ വായിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ മലാവിയെക്കുറിച്ച് അതിൻ്റെ മീനിങ് ആണ് പറയുന്നത്. മലാവി അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഇവിടെ. ഇനി സെക്കൻഡ് സെൻറ്റൻസ് വായിക്കാം. സോ ദ വില്ലേജേഴ്സ്, ഇവിടെയും രണ്ട് കോമക്കകത്ത് കൊടുത്തിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ്. അത് നമ്മൾ സെൻറ്റൻസിൻ്റെ കൂടെ വായിക്കേണ്ട ആവശ്യമില്ല. സോ ദ വില്ലേജേഴ്സ്, ഈ രണ്ട് കോമക്കകത്ത് കൊടുത്തിരിക്കുന്നത് വിട്ടിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് വായിച്ചാൽ മതി. സോ ദ വില്ലേജേഴ്സ് വെൻറ്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. അതായത് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ അതുകൊണ്ട് എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് വെൻറ്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. രാത്രി ആകുമ്പോഴേ തന്നെ അവർ ഉറങ്ങാൻ കിടക്കും. ഇനി ഇവിടെ രണ്ട് കോമക്കകത്ത് കൊടുത്ത കാര്യം എന്താണ്? മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ്. അതായത് സോ ദ വില്ലേജേഴ്സ്, മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ്. അവിടെയുള്ള ആൾക്കാർ, കൂടുതൽ ആൾക്കാരും കൃഷിക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ കാശൊന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? വെൻറ്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. അവർ രാത്രി ആകുമ്പോഴേ തന്നെ, ഇരുട്ടാകുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്യും? വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ തന്നെ ഉറങ്ങാൻ കിടക്കും. ബട്ട് ഫോർ വില്യം, എ യങ് ബോയ്, ഡാർക്ക്നെസ് വാസ് ദ ടൈം ഫോർ ഡ്രീംസ്. പക്ഷെ വില്യം എന്നുള്ള ഇവിടെ രണ്ട് കോമക്കകത്ത് കൊടുത്തിരിക്കുന്നത് വില്യം ആരാണ്? എ യങ് ബോയ്, ഒരു ചെറിയ ആൺകുട്ടിയാണ്. അവന് ഡാർക്ക്നെസ്, ഇരുട്ട് എന്നുള്ളത് എന്താണ്? സ്വപ്നം കാണാനുള്ള സമയമാണ്. ഹി ഡ്രീംഡ് ഓഫ് പുട്ടിംഗ് ടുഗദർ തിങ്സ് ആൻഡ് ടേക്കിംഗ് ദം അപ്പാർട്ട്. അവൻ എന്താണ് സ്വപ്നം കാണുക? പുട്ടിംഗ് ടുഗദർ തിങ്സ് ആൻഡ് ടേക്കിംഗ് ദം അപ്പാർട്ട്. അതായത് ഇങ്ങനെ സാധനങ്ങൾ, വസ്തുക്കൾ ഇങ്ങനെ കൂട്ടി വെക്കുന്നതും അതിനെ കൊണ്ട് മറ്റ് വസ്തുക്കൾ ഉണ്ടാക്കുന്നതും അതൊക്കെയാണ് അവൻ സ്വപ്നം കാണുക. ഹി കെപ്റ്റ് ടോയ് ട്രക്സ് വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് അണ്ടർ ഹിസ് ബെഡ്. അവൻ സൂക്ഷിച്ചിരുന്നു എന്താണ്? ടോയ് ട്രക്സ്, കളിപ്പാട്ടം, ട്രക്കിൻ്റെ കളിപ്പാട്ടം. എങ്ങനെയാണ് ഈ കളിപ്പാട്ടം നിർമ്മിച്ചിരിക്കുന്നത്? വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ്. അതിൻ്റെ ചക്രങ്ങൾ ബോട്ടിൽ ക്യാപ്സ്, കുപ്പിയുടെ അടപ്പ് കൊണ്ട് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. അത് അവനിങ്ങനെ കിടക്കുന്ന സമയത്ത് അവൻ്റെ അണ്ടർ ഹിസ് ബെഡ്, അവൻ്റെ കട്ടിലിൻ്റെ അടിയിൽ അവൻ സൂക്ഷിച്ചിരുന്നു. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക് ഹി ഹേർഡ് ഓൺ ദ റേഡിയോ. അവനെ ആകർഷിച്ചിരുന്നു എന്താണ്? ബൈ മ്യൂസിക് ഹി ഹേർഡ് ഓൺ ദ റേഡിയോ. റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളൊക്കെ അവനെ ആകർഷിച്ചിരുന്നു. വെർ ആർ ദ മ്യൂസിഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഹി വുഡ് വണ്ടർ. അവൻ അതിശയിച്ചിരുന്നു എന്താണ്? ഈ റേഡിയോയിൽ നിന്ന് പാട്ട് പാടുമ്പോഴേ, അതായത് ഈ പാടുന്നവരും ഈ സിംഗേഴ്സും മ്യൂസിഷ്യൻസും ഒക്കെ എവിടെയാണുള്ളത്? അവൻ്റെ ധാരണ ഈ റേഡിയോയുടെ അകത്താണ് ഉള്ളത് എന്നാണ് അവൻ്റെ ധാരണ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുമായിരുന്നു? ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾ ദ റേഡിയോസ് ടു ഫൈൻഡ് ദം. അവൻ പഴയ റേഡിയോ ഒക്കെ ഇങ്ങനെ പൊളിച്ചിട്ട് നോക്കുമായിരുന്നു. ഈ സിംഗേഴ്സും ഈ പാട്ട് പാടുന്നവരും മ്യൂസിഷ്യൻസും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് അവൻ നോക്കുമായിരുന്നു. അതായത് അവൻ എല്ലാവരും ഒരു ആകാംക്ഷയായിരുന്നു അല്ലേ? എല്ലാം കണ്ടെത്താനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു വില്യം. ആസ് ഹി ലേ എവേക്ക്, അവനിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഉണർന്ന് കിടക്കുന്ന സമയത്ത് ഹിസ് ഗ്രാൻഡ് പാസ് ടെയിൽ ഓഫ് മാജിക് ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്. അവൻ്റെ ഗ്രാൻഡ് പയുടെ ടെയിൽ ഓഫ് മാജിക്, മാന്ത്രിക കഥകൾ, ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്, അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറയുമായിരുന്നു. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറി സീംഡ് ടു ടോൾ ബിഫോർ ഹിസ് ഐസ്. ഈ കഥയുള്ള ഗോസ്റ്റൊക്കെ, പ്രേതങ്ങളൊക്കെ അവൻ്റെ കൺമുന്നിൽ ഇങ്ങനെ ടോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ വട്ടം കറങ്ങി ഡാൻസ് ചെയ്യുന്നതായിട്ട് അവന് തോന്നുമായിരുന്നു. ആസ് വില്യം വർക്ക്ഡ് ഇൻ ദ ഫീൽഡ്സ് അറ്റ് ഡോൺ. അങ്ങനെ വില്യം ഇങ്ങനെ, ഡോൺ എന്ന് വെച്ചാൽ പ്രഭാതം, രാവിലെ സമയത്ത് അവനിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ്റെ കൂടെ പാടത്തൊക്കെ പോയി അവൻ പണിയെടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹി ഇമാജിൻ ഹി കുഡ് സീ മാജിക്കൽ ബീങ്സ് എമംഗ് ദ റോസ് ഓഫ് മൈസ്. അവന് തോന്നിയിരുന്നു എന്താണ്? മാജിക്കലായിട്ടുള്ള വസ്തുക്കളൊക്കെ റോസ് ഓഫ് മൈസ്,
ചോളത്തിൻ്റെ വരികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ മാജിക്കൽ വസ്തുക്കളൊക്കെ അവന് തോന്നുമായിരുന്നു. ആസ് ട്രക്സ് റംബിൾഡ് അക്രോസ് ദ പാത്ത് ഹി വണ്ടേർഡ് ഹൗ ദിയർ എൻജിൻസ് മെയ്ഡ് ദം ഗോ. ഇങ്ങനെ ട്രക്സൊക്കെ റംബിൾഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മുരൾച്ചയോടെ പാത്തിലൂടെ വഴിയിലൂടെ പോകുന്ന സമയത്ത് അവൻ അതിശയിച്ചിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ എൻജിനൊക്കെ പോകുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ അവൻ ചിന്തിക്കുമായിരുന്നു. ലുക്ക് വെർ യു ത്രോ യുവർ ഹോ ഹിസ് ഫാദർ വുഡ് ഷൗട്ട്. അവൻ്റെ അച്ഛൻ ഇങ്ങനെ ഒച്ചയെടുത്തു. എന്താണ്? ലുക്ക് വെർ യു ത്രോ യുവർ ഹോ, നിൻ്റെ മൺവെട്ടി എവിടെയാണ് എറിഞ്ഞത്. ഹോ എന്ന് വെച്ചാൽ മൺവെട്ടി. നിൻ്റെ മൺവെട്ടി എവിടെയാണ് എറിഞ്ഞത്. ഇങ്ങനെ അച്ഛൻ ചോദിക്കുന്ന സമയത്താണ് ഷെയ്ക്കിംഗ് ഹിം ഔട്ട് ഓഫ് ഹിസ് ഡ്രീമി തോട്ട്സ്. അപ്പോഴാണ് അവൻ എന്ത് ചെയ്യുക, ഇവൻ്റെ ഈ ചിന്തകളിൽ നിന്നൊക്കെ ഞെട്ടി ഉണരുക. ബട്ട് ദ മാജിക്കൽ ബീയിങ്സ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ കുഡ് നോട്ട് ബ്രിങ് റെയിൻ. പക്ഷേ ഈ വില്യമിൻ്റെ മാജിക്കലായിട്ടുള്ള ഇമാജിനേഷനൊന്നും എന്ത് കൊണ്ടുവന്നില്ല? മഴ കൊണ്ടുവന്നില്ല. അതായത് ഈ ഗ്രാമത്തിൽ മഴയില്ലാത്തത് കാരണമാണ് ദാരിദ്ര്യം അല്ലേ. മഴയില്ലാത്ത കാരണം അവരൊക്കെ പട്ടിണിയിലാണ്, അവരുടെ കയ്യിലൊന്നും കാശില്ല. അപ്പോൾ ഈ മാജിക്കലായിട്ടുള്ള ഇമാജിനേഷനൊന്നും എന്ത് കൊണ്ടുവന്നില്ല? മഴ കൊണ്ടുവന്നില്ല. വിത്തൗട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്കോർച്ച് ദ ഫീൽഡ്സ്. അങ്ങനെ വെള്ളമില്ലാതെ ഈ ആംഗ്രി സൺ, ഈ ദേഷ്യപ്പെട്ട സൂര്യൻ, സ്കോർച്ച് ദ ഫീൽഡ്സൊക്കെ ഉണക്കി കരിച്ചു കളഞ്ഞു. ദ ഫാർമേഴ്സ് പ്രേയേഴ്സ് ഫോർ റെയിൻ വെൻറ്റ് അൺആൻസേർഡ്. കൃഷിക്കാരുടെ പ്രാർത്ഥനകൾ, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊന്നും ഒന്നിനും ഉത്തരം കിട്ടിയില്ല. ദ റോസ് ഓഫ് മെയ്സ് ടേൺഡ് ഇൻ ടു ഡസ്റ്റ്. ചോളത്തിൻ്റെ വരികളൊക്കെ പൊടികളായി മാറി. വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റാർവ്. അങ്ങനെ ഭക്ഷണമില്ലാതെ മലാവി ഏതിലേക്ക് എത്തി? സ്റ്റാർവ്, പട്ടിണിയിലേക്ക് എത്തി. സൂൺ വില്യംസ് ഫാദർ ഗാദേർഡ് ദ ചിൽഡ്രൻ ആൻഡ് സെഡ്, ഫ്രം നൗ ഓൺ വി ഈച്ച് ഓൺലി 1 മീൽ പെർ ഡേ, മേക്ക് ഇറ്റ് ലാസ്റ്റ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വില്യമിൻ്റെ ഫാദർ ഗാദേർഡ് ദ ചിൽഡ്രൻ, കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു എന്ത്? ഫ്രം നൗ ഓൺ, ഇന്നു മുതൽ വി ഈച്ച് ഓൺലി 1 മീൽ പെർ ഡേ, നമ്മൾ ഒരു ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ. ഇൻ ദ ഈവനിങ് ദേ സാറ്റ് അറൗണ്ട് ദ ലാൻഡേൺ ആൻഡ് എയ്റ്റ് ദെയർ ഹാൻഡ്ഫുൾ ഓഫ് ഫുഡ്. അങ്ങനെ വൈകുന്നേരങ്ങളിൽ അവരിങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ലാൻഡേൺ എന്ന് വെച്ചാൽ റാന്തലിൻ്റെ വെളിച്ചത്തിൽ അവരിങ്ങനെ ഭക്ഷണം കഴിച്ചു. എങ്ങനെയാണ്? വാച്ചിങ് ഹംഗ്രി പീപ്പിൾ പാസ് ലൈക്ക് സ്പിരിറ്റ്സ് അലോങ് ദ റോഡ്സ്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ കണ്ടിരുന്ന ആരെയാണ്? ഹംഗ്രി പീപ്പിൾ, വിശന്ന ജനങ്ങൾ ഒരു സ്പിരിറ്റ്, ഒരു ആത്മാവിനെ പോലെ ഇങ്ങനെ റോഡിലൂടെ നടക്കുമായിരുന്നു. ആത്മാവെന്ന് വെച്ചാൽ ഇങ്ങനെ വിശന്ന് ഭക്ഷണമൊന്നും കിട്ടാതെ ഇങ്ങനെ മെലിഞ്ഞ ഒരു ദേഹമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ റോഡിലൂടെ നടക്കുന്നത് അവർ കാണുമായിരുന്നു. മണി ഓൾസോ ഡിസപ്പിയർഡ് വിത്ത് ദ റെയിൻ. അങ്ങനെ മഴയില്ലാത്ത കാരണം മണിയും, അതായത് പൈസയും അപ്രത്യക്ഷമായി. ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. അങ്ങനെ കുറച്ച് നല്ല ഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ സ്കൂളിൽ പോകാൻ സാധിച്ചുള്ളൂ. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്. അങ്ങനെയുള്ള സ്കൂളിൽ പോകാൻ സാധിക്കാത്ത ഒരു ഡ്രോപ്പ് ഔട്ട് കുട്ടിയായിരുന്നു വില്യം. അതായത് അവന് കാശില്ലാത്ത കാരണം സ്കൂളിൽ പോകാൻ സാധിച്ചില്ല. ഫോർ വീക്സ് ഹി സൾക്ക്ഡ് അണ്ടർ എ മാംഗോ ട്രീ. അങ്ങനെ ആഴ്ചകളോളം ഹി സൾക്ക്ഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ മുഖം കറുപ്പിച്ച് ഇരുന്നു. അണ്ടർ എ മാംഗോ ട്രീ, ഒരു മാംഗോ ട്രീയുടെ കീഴെ അവന് ഇങ്ങനെ ആഴ്ചകളോളം ഇരുന്നു, അതായത് വിഷമിച്ച് ഇരുന്നു. ദെൻ ഹി റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ്. അങ്ങനെ അവൻ ഓർത്തു. അപ്പോൾ അവനെ ഓർത്തു റോഡിന് താഴെ ഒരു ലൈബ്രറി ഉണ്ട്. ഇൻ ദ ലൈബ്രറി ഹി ഫൗണ്ട് സയൻസ് ബുക്സ് ഫിൽഡ് വിത്ത് ബ്രില്യൻറ്റ് പിക്ചേഴ്സ്. ആ ലൈബ്രറിയിൽ അവൻ കണ്ടു എന്താണ്? സയൻസ് ബുക്സ് ഫിൽഡ് വിത്ത് ബ്രില്യൻറ്റ് പിക്ചേഴ്സ്, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ നിറഞ്ഞ സയൻസ് ബുക്ക് അവൻ കണ്ടു. വിത്ത് സം ഡിഫിക്കൽട്ടി ഹി സ്റ്റാർട്ടഡ് റീഡിങ്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടോടെ അവൻ വായിച്ചു തുടങ്ങി. സൂൺ ഹി ലേൺ ഹൗ എൻജിൻസ് മൂവ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ പഠിച്ചു, അവൻ മനസ്സിലാക്കി എന്താണ്, എങ്ങനെയാണ് ഹൗ എൻജിൻസ് മൂവ് ദ ബിഗ് ട്രക്സ്, എങ്ങനെയാണ് എൻജിൻസ് ഇത്ര വലിയ ട്രക്കിനൊക്കെ മൂവ് ചെയ്യിപ്പിക്കുന്നത്, സഞ്ചരിപ്പിക്കുന്നത്. അതവന് അച്ഛൻ്റെ കൂടെ പണിയെടുക്കുന്ന സമയത്ത് അവന് തോന്നിയൊരു സംശയമാണ് അല്ലേ. പാടത്തു കൂടി ഇങ്ങനെ ട്രക്കൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് എന്താണ്, ഇത്ര വലിയ ട്രക്കിനെ എങ്ങനെയാണ് ഇതിൻ്റെ എൻജിൻ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ആ സംശയം അവന് തോന്നിയതാണ്. അപ്പോൾ ആ സംശയത്തിൻ്റെ ഉത്തരം അവൻ കണ്ടെത്തി പുസ്തകം വായിച്ചിട്ട്. പിന്നെന്താണ്, ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ, എങ്ങനെയാണ് ആകാശത്ത് നിന്ന് റേഡിയോസൊക്കെ ഇങ്ങനെയുള്ള മ്യൂസിക്കൊക്കെ വലിച്ചെടുക്കുന്നത് എങ്ങനെയാണ്, അതും അവന് തോന്നിയ ഒരു സംശയമാണല്ലേ. എന്നിട്ട് അവൻ പഴയ റേഡിയോ ഒക്കെ പൊളിച്ച് നോക്കിയിട്ടുണ്ടല്ലേ. ഈ പാട്ട് പാടുന്നവരൊക്കെ റേഡിയോ അകത്തുണ്ട് എന്നാണ് അവൻ്റെ ധാരണ ഉണ്ടായിരുന്നത്. എന്നിട്ട് അവരുണ്ടോ എന്ന് നോക്കാൻ അവൻ പഴയ റേഡിയോ ഒക്കെ പൊളിച്ച് നോക്കിയിട്ടുണ്ടല്ലേ. അപ്പം അതിൻ്റെ അകത്തില്ല എന്നവൻ മനസ്സിലാക്കി. പിന്നെ എങ്ങനെയാണ് ഈ പാട്ടൊക്കെ പാടുന്നത് എന്ന് അവൻ എങ്ങനെ കണ്ടെത്തി? ഈ പുസ്തകം വായിച്ചിട്ട് അവൻ കണ്ടെത്തി. But what attracted him the most was the picture of a machine
ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ. പക്ഷേ അവന് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ഈ പുസ്തകത്തിൽ അവന് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ചിത്രം ഏതായിരുന്നു? എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ. ഒരു മെഷീൻ. എങ്ങനെയാണ് ആ മെഷീൻ? ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ. അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മരം, ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പൊക്കമുള്ള മരം, അതിനേക്കാളും പൊക്കമുള്ള ഒരു മെഷീൻ. അതിൻ്റെ ചിത്രമായിരുന്നു, ആ മെഷീൻ്റെ ചിത്രമാണ് അവനെ ഏറ്റവും കൂടുതൽ ഈ പുസ്തകത്തിൽ ആകർഷിച്ചത്. ഇറ്റ് ഹാഡ് എ ഹ്യൂജ് ബ്ലേഡ് ലൈക്ക് എ ഫാൻ. അതിനെന്തുണ്ട്? ആ മെഷീന് ഒരു വലിയ ബ്ലേഡ് ഉണ്ട്. ലൈക്ക് എ ഫാൻ, ഒരു ഫാൻ പോലെയുള്ള ബ്ലേഡ് ഉണ്ട്. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ജയൻറ്റ് പിൻ വീൽ. അത് കാണുമ്പോൾ എങ്ങനെയാണ്? ഒരു വലിയൊരു പിൻ വീൽ, ഒരു കാറ്റാടിയെ പോലെയാണ് ഉള്ളത്. വില്യം റീഡ് ഓൺ. അപ്പോൾ വില്യം വീണ്ടും വായന തുടർന്നു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. He learned that it was a machine that produced electricity and pumped water. അതിന് മനസ്സിലാക്കി എന്താണ്? അത് എന്ത് മെഷീനാണത്? ഏതിൻ്റെ മെഷീനാണ്? That produced electricity and pumped water. കറണ്ട് ഉണ്ടാക്കുന്ന മെഷീനാണ്. ആൻഡ് പമ്പ്ഡ് വാട്ടർ. അങ്ങനെ വാട്ടർ പമ്പ് ചെയ്യാൻ സാധിക്കും. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. വില്യം അങ്ങനെ കണ്ണടച്ചു. അവന് വെള്ളമാണ് വേണ്ടത് അല്ലേ? വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. അവൻ്റെ കണ്ണടച്ചു. ഹീ സോ ദ മെഷീൻ ഡ്രോയിങ് കൂൾ വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട്. അവൻ കണ്ടു, ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ കണ്ടു എന്താണ്? ഈ മെഷീൻ ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന്, മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് അവൻ കണ്ടു. ദ വാട്ടർ ഗഷ്ഡ് ത്രൂ ദ തേഴ്സ്റ്റി ഫീൽഡ്സ് ടേണിംഗ് ദ മെയ്സ് ടോൾ ആൻഡ് ഗ്രീൻ. ഇങ്ങനെ വരുന്ന വാട്ടർ എന്ത് ചെയ്യുന്നു? ഗസ്റ്റ് ഒഴുകുന്നു. ഒഴുകി ഏതിലൂടെ? ഈ തേഴ്സ്റ്റി ഫീൽഡിലൂടെ. അതായത് ഈ വെള്ളമില്ലാത്ത, ഈ ദാഹമുള്ള ഈ ഫീൽഡിലൂടെ, ഈ പാടത്ത് കൂടി ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ടേണിങ് ദ മെയ്സ് ടോൾ ആൻഡ് ഗ്രീൻ. അങ്ങനെ ഈ ചോളങ്ങളൊക്കെ വലുതായി നല്ല പച്ചപ്പ് പിടിച്ചു. ഇതൊക്കെ അവൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ സ്വപ്നം കാണുകയാണ് അല്ലേ? ദ വിൻമിൽ വാസ് മോർ ദാൻ എ മെഷീൻ. ആ വിൻമില് ഒരു മെഷീൻ മാത്രമല്ല, ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അത് ഹങ്കറിനെതിരെ, വിശപ്പിനെതിരെ പോരാടാനുള്ള ഒരു ആയുധം കൂടിയാണ്, ഒരു വെപ്പൺ കൂടിയാണ്. അപ്പോൾ ഇവന് ത്രില്ലായി അല്ലേ? ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, ഈ മെഷീനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഈ മെഷീൻ ഉണ്ടാക്കണം എന്ന് മനസ്സിലൊരു ആഗ്രഹം തോന്നി. ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്. ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കും. വില്യം വിസ്പേർഡ് ടു ഹിംസെൽഫ്. അവനോട് തന്നെ മന്ത്രിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ വില്യമിന് ഈ മെഷീൻ ഉണ്ടാക്കേണ്ട ഡ്രീമാണ് അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ദ ജങ്ക്യാർഡ് ഇൻ ദ വില്ലേജ് വാസ് എ ട്രഷർ ഹൗസ് ടു വില്യം. ജങ്ക്യാർഡ് എന്ന് വെച്ചാൽ പഴയ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലം. വില്ലേജിലുള്ള ജങ്ക്യാർഡ്, ഈ പഴയ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലം, വാസ് എ ട്രഷർ ഹൗസ് ടു വില്യം. വില്യമിൻ്റെ ട്രഷർ എന്ന് വെച്ചാൽ നിധി സൂക്ഷിക്കുന്ന, അതായത് അവന് വിലപ്പെട്ട ഒരു സ്ഥലമായി മാറി. ഹി ഫൗണ്ട് തിങ്സ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. അവൻ കണ്ടെത്തി അവിടെ എന്താണ്? അവൻ്റെ ഗ്രാൻഡ് ഡ്രീം, അവൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള സാധനങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവൻ അവിടെ കണ്ടെത്തി. സം തിങ്സ് ഹി കുഡ് ജസ്റ്റ് പിക്ക് അപ്പ് ലൈക്ക് എ ട്രാക്ടർ, ഫാൻ ഓർ സം പൈപ്പ്. ചില സാധനങ്ങൾ അവൻ പെറുക്കിയെടുത്തു. അതർ തിങ്സ് ലൈക്ക് ബിയറിങ്സ് ആൻഡ് ബോൾസ് ഹി ഹാഡ് ടു റിമൂവ്. മറ്റ് സാധനങ്ങൾ, ബിയറിങ്സും ബോൾസും ഒക്കെ ഊരിയെടുക്കേണ്ടി വന്നു. ഹി ഹാഡ് ടു സ്ട്രെയിൻ എവറി മസിൽ ഇൻ ഹിസ് ബോഡി. അവൻ്റെ ബോഡിയിലുള്ള എല്ലാ മസിലും നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തു. അതായത് അവൻ നന്നായിട്ട് പണിയെടുത്തു. ദ വീൽ ഫോർ ദ ഇലക്ട്രിക് വിൻഡ് വാസ് എ ബിഗ് പ്രോബ്ലം. ഇതിന് വേണ്ട ചക്രം, ഈ ഇലക്ട്രിക് വിൻഡിന് വേണ്ട ചക്രമാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നം. ബാക്കി സാധനങ്ങളൊക്കെ കിട്ടി, ഇനിയിപ്പോൾ ചക്രം സംഘടിപ്പിക്കണം. ബട്ട് ആഫ്റ്റർ മച്ച് റാംഗ്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. പക്ഷേ എന്താണ്, കുറേ കലഹത്തിനൊക്കെ ശേഷം അവൻ അതും സംഘടിപ്പിച്ചു. എങ്ങനെയാണ്? വില്യംസ് ഫാദർ അലോഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസൈക്കിൾ. വില്യമിൻ്റെ അച്ഛൻ പെർമിഷൻ കൊടുത്ത് എന്താണ്, അവൻ്റെ ബൈസൈക്കിളിൻ്റെ ഒരു ചക്രം ഊരിയെടുക്കാൻ വേണ്ടി പെർമിഷൻ കൊടുത്തു. അതായത് അതിനു വേണ്ടി ഇവൻ കുറേ കലഹിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനു വേണ്ടി വാശി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു അത് അഴിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. അത് ഒരു വലിയ സാക്രിഫൈസ്, ഒരു ത്യാഗമായിരുന്നു, വലിയൊരു ത്യാഗമായിരുന്നു. കാരണം എന്താണ്? ദ ബൈസൈക്കിൾ വാസ് ഹിസ് ഫാമിലീസ് ഓൺലി വെഹിക്കിൾ. ആ ബൈസൈക്കിളാണ് ആ കുടുംബത്തിലെ ഒരേ ഒരു വാഹനം. അപ്പം അവൻ്റെ ആവശ്യം കാരണം അച്ഛൻ അതിന് പെർമിഷൻ കൊടുത്തു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഒരു ചക്രം ഊരിയെടുത്തിട്ടാണ് ഇതിനു വേണ്ട വീലും സംഘടിപ്പിച്ചു. അങ്ങനെ അവനിപ്പോൾ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കാനുള്ള പരിശ്രമം തുടങ്ങി അല്ലേ? ഗോ എവേ വില്യം ഷൗട്ടഡ് ടു ദ ബേർഡ്സ് ആൻഡ് സ്പൈഡേഴ്സ് വിച്ച് ഹാഡ് മെയ്ഡ് ദ ജങ്ക്യാർഡ് ദെയർ ഹോം. ഗോ എവേ പോകൂ. ആരോടാണ് പറഞ്ഞത്? വില്യം ഷൗട്ടഡ് ടു ദ ബേർഡ്സ് ആൻഡ് സ്പൈഡേഴ്സ്. പക്ഷികളും ചിലന്തികളും എട്ടുകാലികളും എവിടെ ഉണ്ടായിരുന്നു? വിച്ച് ഹാഡ് മെയ്ഡ് ദ ജങ്ക്യാർഡ് ദെയർ ഹോം. അവർ ഈ ജങ്ക്യാർഡ്, ഈ പഴയ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്താണ്, അവരുടെ വീടാക്കി മാറ്റിയിരുന്നു. ഏതാണ്? പക്ഷികളും സ്പൈഡേഴ്സും. അവരോടൊക്കെ പറഞ്ഞു പോകൂ, ഗോ എവേ. ആസ് വില്യം ക്യാരിഡ് ഹിസ്
പ്രൈസ്ഡ് പൊസഷൻസ് ഹോം. അങ്ങനെ അവൻ അവിടെ പോയിട്ട് എന്ത് ചെയ്തു? അവന് വേണ്ട വിലപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോയി അല്ലേ. ഇങ്ങനെ പോകുന്ന സമയത്ത് ദ വില്ലേജേഴ്സ് സെഡ് ടു ഈച്ച് അതർ, അവിടെയുള്ള ഗ്രാമവാസികൾ ഇങ്ങനെ പരസ്പരം പറയുമായിരുന്നു, എന്താണ്? ഹീസ് ക്രേസി, അവൻ ഭ്രാന്തനാണ്. ഓൺലി ക്രേസി പീപ്പിൾ പ്ലേ വിത്ത് ട്രാഷ്. ക്രേസി പീപ്പിൾ മാത്രമേ ട്രാഷ് എന്ന് വെച്ചാൽ ചവറ്റുകൊട്ടയിൽ നിന്ന് ഇങ്ങനെ കളിക്കാറുള്ളൂ. അതായത് നല്ല ബുദ്ധിയുള്ള കുട്ടികളൊന്നും ഇങ്ങനെ ചവറ്റുകൊട്ടയിൽ നിന്ന് കളിക്കാറില്ല. അവന് പ്രാന്താണ്. അതുകൊണ്ടാണ് അവനിങ്ങനെ പഴയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നത്. ഇങ്ങനെ ആൾക്കാർ പറയുമായിരുന്നു. ആഫ്റ്റർ മെനി വീക്സ്, അങ്ങനെ കുറേ ആഴ്ചകൾക്ക് ശേഷം വില്യം അറേഞ്ച്ഡ് ഹിസ് പീസസ് ഇൻ ദ ഡർട്ട്. വില്യം ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ആ പീസസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. എ ബ്രോക്കൺ ബൈസൈക്കിൾ, റസ്റ്റഡ് ബോട്ടിൽ ക്യാപ്സ്, ഒരു പൊട്ടിയ ബൈസൈക്കിൾ, പിന്നെ തുരുമ്പ് പിടിച്ച ബോട്ടിലിൻ്റെ മൂടികളൊക്കെ, ആൻഡ് പ്ലാസ്റ്റിക് പൈപ്പ്. ദർ വാസ് ഈവൻ എ സ്മോൾ ജനറേറ്റർ ദാറ്റ് പവേർഡ് എ ഹെഡ്ലൈറ്റ് ഓൺ എ ബൈക്ക്. ഒരു ജനറേറ്ററും സംഘടിപ്പിച്ചു. എങ്ങനെയാണ്? അതായത് ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ജനറേറ്ററും അവൻ സംഘടിപ്പിച്ചു. ഫോർ 3 days ഹി ബോൾട്ടഡ്, ബാങ്ക്ഡ് ആൻഡ് ടിങ്കേർഡ്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇവൻ ബോൾട്ട് ചെയ്തു, പിന്നെ ബാങ്ക്ഡ്, അതായത് ഇങ്ങനെ അടിച്ചു നിരത്തിയിട്ടൊക്കെ അങ്ങനെ ഇതൊക്കെ ഘടിപ്പിച്ചു. ചിക്കൻ സ്ക്വാക്ഡ്, കോഴികൾ കൂവി. ഡോഗ്സ് ഹൗൾഡ്, നായകൾ കുരച്ചു. ആൻഡ് നൈബേഴ്സ് ഷുക്ക് ദെയർ ഹെഡ്സ്, അയൽവാസികൾ ഇങ്ങനെ തലയാടിക്കൊണ്ട് വാട്ട്സ് ദ ക്രേസി ബോയ് ഡൂയിങ് നൗ, ഈ പ്രാന്തൻ കുട്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദ നെയ്ബേഴ്സ് ആസ്ക്ഡ് ദംസെൽസ്, അവരോട് തന്നെ ചോദിച്ചു. ബട്ട് ഹിസ് കസിൻ ജോഫ്രി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ട് സൂൺ അപ്പിയേർഡ്. പക്ഷേ അവൻ്റെ കസിൻ ജോഫ്രിയും ഗിൽബർട്ടും പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ കൂടെ വന്നു. ക്യാൻ വി ഹെൽപ്പ് വിത്ത് ദ ഇലക്ട്രിക് വിൻ, ദേ ആസ്ക്ഡ് ഹിം. നിന്നെ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കാൻ സഹായിക്കണോ? അവർ ചോദിച്ചു. ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ, വില്യം സെഡ്. അപ്പോൾ വില്യം പറഞ്ഞു, എന്താ? നിങ്ങളുടെ മഴു എടുത്തിട്ട് എൻ്റെ കൂടെ വന്നോളൂ. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്. വില്യം അങ്ങനെ അവരെ കൂട്ടിയിട്ട് ഫോറസ്റ്റ്, കാട്ടിലേക്ക് പോയി. ടുഗദർ ദേ സ്വങ് ദെയർ ഷാർപ്പ് ബ്ലേഡ്സ് ഇൻ ദ ട്രങ്ക്സ് ഓഫ് ട്രീസ്. അതിന് ഷാർപ്പായിട്ടുള്ള ബ്ലേഡുകൾ കൊണ്ട് എന്ത് ചെയ്തു? മരമൊക്കെ മുറിച്ച്. ദേ കട്ട് ലോങ് പ്ലാങ്ക്സ് ആൻഡ് ഹാമേർഡ് ദം ടുഗദർ ടു മേക്ക് ദ ടവർ ഫോർ ദ വിൻമിൽ. ആ വിൻമില്ലിന് വേണ്ട ടവർ ഒക്കെ അതിനെ കൊണ്ട് മുറിച്ചെടുത്ത് റെഡിയാക്കി. ദേ ഇറക്റ്റഡ് ദ ടവർ ആൻഡ് ഫിക്സഡ് ദ ഹ്യൂജ് ബ്ലേഡ്സ് ഓൺ ദ ടോപ്പ്. ആ ടവർ ഇങ്ങനെ കുത്തനെ വെച്ച് നേരെ വെച്ചിട്ട്, ആൻഡ് ഫിക്സഡ് ദ ഹ്യൂജ് ബ്ലേഡ്സ് ഓൺ ദ ടോപ്പ്, അതിൻ്റെ മുകളിൽ ആ ഹ്യൂജ് ബ്ലേഡ് ഫിക്സ് ചെയ്തു. വില്യം ഹാഡ് മെയ്ഡ് എ ക്രൂഡ് മോട്ടോർ വിച്ച് വുഡ് റൊട്ടേറ്റ് ആസ് ദ വിൻഡ് ടേൺ ദ ബ്ലേഡ്. വില്യം എന്തുകൂടി ഉണ്ടാക്കി? എ ക്രൂഡ്, ഒരു മോട്ടോർ, വിച്ച് വുഡ് റൊട്ടേറ്റ് ആസ് ദ വിൻഡ് ടേൺ ദ ബ്ലേഡ്. ആ ബ്ലേഡ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ച ബ്ലേഡ് ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ആ മോട്ടോർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ആസ് സൂൺ ആസ് ദ വിൻഡ് വാസ് സ്ട്രോങ് ഇനഫ് ടു ടേൺ ദ ബ്ലേഡ്സ്. അങ്ങനെ വിൻഡിങ്ങൾ സ്ട്രോങ് ആവുന്ന സമയത്ത്, അതായത് ഈ ബ്ലേഡ് കറങ്ങാൻ വേണ്ടി അത്രയും സ്ട്രോങ് ആവുന്ന സമയത്ത്, ഹി കണക്റ്റഡ് ദ വയേഴ്സ് ഫ്രം ദ മോട്ടോർ ടു ദ ബൾബ്. അവൻ എന്ത് കണക്ട് ചെയ്തു? ഈ മോട്ടോറിന് ബൾബിലേക്ക് വയർ കണക്ട് ചെയ്തു. വില്യം, ജോഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ച്ഡ് എക്സൈറ്റഡ്ലി ആസ് ദ ലൈറ്റ് ഗ്ലോഡ്. അങ്ങനെ ഈ വെളിച്ചം ഇങ്ങനെ ലൈറ്റ് കത്തുന്ന സമയത്ത് വില്യം, ജോഫ്രി, ഗിൽബർട്ടും അതിങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കി. ഇറ്റ് ഗ്ലോഡ് ഫെയിൻലി അറ്റ് ഫസ്റ്റ്. അത് ആദ്യം ഇങ്ങനെ മങ്ങിയിട്ടായിരുന്നു കത്തിയിരുന്നത്. ബട്ട് ആസ് ദ വിൻഡ് ബിക്കേം സ്ട്രോങ്ങർ ഇറ്റ് ബേൺ ബ്രൈറ്റ് ലൈക്ക് ദ സൺ. അങ്ങനെ കാറ്റിന് ശക്തി കൂടിയ സമയത്ത് അതെന്ത് ചെയ്തു? സൂര്യനെ പോലെ ഭയങ്കര ബ്രൈറ്റായിട്ട് എന്ത് ചെയ്തു? പ്രകാശിച്ചു. വെൽ ഡൺ, വൺ ഓഫ് ദ ഓൺ ലുക്കേഴ്സ് ഷൗട്ടഡ്. നന്നായി, ഒരു കാഴ്ചക്കാരൻ ഒച്ചത്തിൽ പറഞ്ഞു. സൂൺ എവരിബഡി സ്റ്റാർട്ടഡ് ചിയറിങ്. അങ്ങനെ എല്ലാവരും ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഐ ഹാവ് മെയ്ഡ് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം ഷൗട്ടഡ് എക്സ്റ്റാറ്റിക്കലി. ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കി. വില്യം എങ്ങനെയാണ് പറഞ്ഞത്? ഷൗട്ട് ചെയ്തത് എക്സ്റ്റാറ്റിക്കലി, സന്തോഷത്തോടു കൂടി, നല്ല ആനന്ദത്തോടു കൂടി പറഞ്ഞു. ബട്ട് വില്യം ന്യൂ ഹി ഹാഡ് ജസ്റ്റ് ബിഗൻ. പക്ഷേ വില്യം തിരിച്ചറിഞ്ഞു, അവൻ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഹി ഹാഡ് ഓൺലി മാനേജ്ഡ് ടു ലൈറ്റ് എ ബൾബ് വിത്ത് ഹിസ് വിൻമിൽ. അവൻ്റെ വിൻമില്ല് കൊണ്ട് അവൻ ഒരു ബൾബ് മാത്രമേ പ്രകാശിപ്പിച്ചുള്ളൂ. ബട്ട് ഹി ഹാഡ് മെയ്ഡ് ദ ബിഗിനിങ്. ഇനി അവന് തുടങ്ങാനുണ്ട്, അതായത് തുടക്കം മാത്രമാണ്. സൂൺ അനദർ മോർ പവർഫുൾ വിൻമിൽ വുഡ് വർക്ക് എ പമ്പ്. പെട്ടെന്ന് തന്നെ മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള വിൻമില് ഉണ്ടാക്കണം. എന്തിനാണ്? ഒരു പമ്പ് പ്രവർത്തിപ്പിക്കാനുള്ള പവർഫുൾ ആയിട്ടുള്ള വിൻമില് ഉണ്ടാക്കണം. ഇറ്റ് വുഡ് വാട്ടർ ദ ഫീൽഡ്സ് ഇൻ ഹിസ് വില്ലേജ്. അത് അവൻ്റെ വില്ലേജിലുള്ള ഗ്രാമത്തിലുള്ള ഫീൽഡ്സൊക്കെ അതിനെ കൊണ്ട് നനക്കണം. ക്രിയേറ്റിംഗ് ഫുഡ് വെർ വൺസ് ദർ വാസ് നൺ. ഒന്നുമില്ലാത്തിടത്ത് നിന്ന് എന്ത് ചെയ്യണം? ഭക്ഷണം ഉണ്ടാക്കുക. ഇറ്റ് വുഡ് ബി എ മോർ വണ്ടർഫുൾ മാജിക്. അതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള മാജിക്കാണ് ദാൻ
വാട്ട് ഹി ഹാഡ് ഹേർഡ് ഇൻ ഹിസ് ഗ്രാൻഡ് പാ സ്റ്റോറി. അവൻ്റെ ഗ്രാൻഡ് പയുടെ സ്റ്റോറിയിൽ വായിച്ചതിനേക്കാളും വലിയൊരു മാജിക്കാണ് എന്ത്, ഇങ്ങനെ ഒന്നുമില്ലാത്തിടത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുക. അതായത് കാറ്റിനെ കൊണ്ട് കറണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ കറണ്ട് പ്രവർത്തിപ്പിച്ചിട്ട് ഗ്രൗണ്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അത് കൃഷിക്ക് നനയ്ക്കുക, അങ്ങനെ കൃഷിയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുക. ഇത് ഗ്രാൻഡ് പ പറഞ്ഞെന്ന സ്റ്റോറിയേക്കാളും വലിയൊരു മാജിക് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വില്യം എന്ത് ചെയ്തു, ആ ഗ്രാമവാസികളെ പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുത്തി അല്ലേ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു ദ വില്ലേജേഴ്സ് ഗോ ടു ബെഡ് ഏർലി. എന്തുകൊണ്ടാണ് ഗ്രാമവാസികൾ നേരത്തെ ഉറങ്ങാൻ കിടക്കുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ വർ പുവർ ആൻഡ് ദേ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ് ദെയർ ഹോംസ്. അവരൊക്കെ പാവങ്ങളാണ്. പിന്നെ അതുകൂടാതെ അവർക്കിങ്ങനെ വെളിച്ചം, മെഴുകുതിരി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വെളിച്ചങ്ങൾ ഒക്കെ വാങ്ങാനുള്ള കാശൊന്നും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോഴേ അവരുടെ വീട്ടിൽ വെളിച്ചം ഉണ്ടാകാറില്ല അല്ലേ. ബിക്കോസ് ദേ വർ പുവർ ആൻഡ് ദർ വർ നോ ലൈറ്റ്സ് ഇൻ ദെയർ ഹോം. അവരുടെ വീട്ടിൽ വെളിച്ചം ഉണ്ടാകാറില്ല. ഓക്കെ, നെക്സ്റ്റ്, വൈ ഡിഡ് വില്യം ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ്. എന്തുകൊണ്ടാണ് വില്യം ഇങ്ങനെ പഴയ റേഡിയോസൊക്കെ പൊളിച്ച് നോക്കുന്നത്? എന്തിനാണ്? ബിക്കോസ് എന്തുകൊണ്ടാണ്? ഹി വാസ് ക്യൂരിയസ് ടു ഫൈൻഡ് വേർ ദ മ്യൂസിഷ്യൻസ് ആൻഡ് സിംഗേഴ്സ്. അവന് ആകാംക്ഷയാണല്ലേ, ഈ മ്യൂസിഷ്യൻസും സിംഗേഴ്സൊക്കെ എവിടെ നിന്ന് കണ്ടെത്താനുള്ള ആകാംക്ഷയിലാണ്. ഈ പാട്ട് പാടുന്നവരൊക്കെ റേഡിയോൻ്റെ അകത്തുനിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പാടുന്നവരൊക്കെ എവിടെ നിന്ന് കണ്ടെത്താനുള്ള ആകാംക്ഷയിലാണ് ഇങ്ങനെ പൊളിച്ച് നോക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഡിഡ് വില്യം തിങ്ക് വെൻ ഹി സോ ട്രക്സ് ക്രോസിംഗ് ദ പാത്ത്. ഇങ്ങനെ വഴിയിലൂടെ ട്രക്കൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് വില്യം എന്താണ് ചിന്തിക്കുന്നത്? ഹി തിങ്ക് ദാറ്റ് ഹൗ ദ എൻജിൻസ് മെയ്ഡ് ദം ഗോ. എന്താണ് ചിന്തിക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ എൻജിൻ കൊണ്ട് ഈ ട്രക്ക് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ഈ എൻജിൻ ഉപയോഗിച്ചിട്ട് ഈ ട്രക്ക് മൂവ് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്, ഇതാണ് ചിന്തിക്കുന്നത് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ഡിഡ് വില്യംസ് ഫാദർ ഡു ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്. എന്താണ് വില്യമിൻ്റെ അച്ഛൻ ചെയ്തത്? ഈ ഫാമിലി സർവൈവ് ചെയ്യാൻ വേണ്ടി, അതിജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ദാരിദ്ര്യം വന്നു, അതായത് പട്ടിണിയൊക്കെ വന്നു, ഭക്ഷണത്തിനൊക്കെ ക്ഷാമം നേരിട്ടു. അപ്പോൾ വില്യമിൻ്റെ അച്ഛൻ എന്താണ് ചെയ്തത്? ഹി ഗാദേർഡ് ദെയർ ചിൽഡ്രൻ ആൻഡ് സെഡ് ദം ദേ കുഡ് ഈച്ച് ഓൺലി 1 മീൽ പെർ ഡേ. അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇനി മുതൽ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതി, ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് വില്യം ലേൺ ഫ്രം ദ സയൻസ് ബുക്സ് ഇൻ ദ ലൈബ്രറി. എന്താണ് വില്യം ഈ ലൈബ്രറിയിലുള്ള സയൻസ് ബുക്കിൽ നിന്ന് പഠിച്ചത്, മനസ്സിലാക്കിയത് എന്താണ്? ഹി ലേൺ ഹൗ എൻജിൻസ് മൂവ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെയാണ് ഈ എൻജിൻ ഉപയോഗിച്ചിട്ട് ഇത്ര വലിയ ട്രക്കൊക്കെ സഞ്ചരിക്കുന്നത്, എങ്ങനെയാണ് റേഡിയോസ് ഇങ്ങനെ പാട്ടും കാര്യങ്ങളും മ്യൂസിക്കൊക്കെ ആകാശത്ത് നിന്നും വലിച്ചെടുക്കുന്നത്, അതായത് അതിൻ്റെ സിഗ്നലാണ് അല്ലേ, സിഗ്നലാണ് വലിച്ചെടുക്കുന്നത് അല്ലേ മ്യൂസിക്കിൻ്റെ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അവൻ മനസ്സിലാക്കി അല്ലേ. നെക്സ്റ്റ്, വാട്ട് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറി. എന്താണ് വില്യമിനെ ഈ ലൈബ്രറിയിൽ ഏതിൻ്റെ പിക്ചറാണ് അവനെ കൂടുതൽ ആകർഷിച്ചത്? ഏതാണ്? ദ പിക്ചർ ഓഫ് എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ. അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മരം, ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള പൊക്കമുള്ള മരം, അതിനേക്കാളും വലിയ ഒരു മെഷീൻ്റെ ചിത്രമാണ്, അതിനേക്കാളും പൊക്കമുള്ള ഒരു മെഷീൻ്റെ ചിത്രമാണ് അവനെ ആകർഷിച്ചത് അല്ലേ. നെക്സ്റ്റ്, വൈ ഡിഡ് വില്യം തിങ്ക് ദ വിൻമിൽ വാസ് മോർ ദാൻ ജസ്റ്റ് എ മെഷീൻ. എന്തുകൊണ്ടാണ് വില്യം വിചാരിച്ചത് ഈ വിൻമില്ല് ഒരു മെഷീൻ മാത്രമല്ല എന്ന് വിചാരിക്കാൻ കാരണം എന്താണ്? ഹി ബിലീവ്ഡ് ഇറ്റ് കുഡ് ബ്രിങ് വാട്ടർ, ഗ്രോ മെയ്സ് ആൻഡ് സ്റ്റോപ്പ് ഹങ്കർ. അവൻ വിശ്വസിച്ച് എന്താണ്, അതിന് വെള്ളം കൊണ്ടുവരാൻ സാധിക്കും, അങ്ങനെ ചോളങ്ങൾക്കൊക്കെ വളരാൻ സാധിക്കും, അങ്ങനെ ആ ഗ്രാമത്തിലെ പട്ടിണിയൊക്കെ മാറ്റാൻ സാധിക്കുമെന്ന് അവൻ വിചാരിച്ചു അല്ലേ. നെക്സ്റ്റ്, വൈ ഡിഡ് വില്യം ഗോ ടു ദ ജങ്ക്യാർഡ്. എന്തുകൊണ്ടാണ് വില്യം ജങ്ക്യാർഡിലേക്ക് എന്തിനാണ് പോയത്? ടു കളക്ട് ദ നീഡ്ഫുൾ തിങ്സ് ടു മേക്ക് ഇലക്ട്രിക് വിൻഡ്. എന്തിനാണ്? അവൻ ആവശ്യമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനല്ലേ, ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനാണ് അവൻ ജങ്ക്യാർഡിലേക്ക് പോയത്. നെക്സ്റ്റ്, വാട്ട് മേഡ് ദ വില്ലേജേഴ്സ് തിങ്ക് വില്യം വാസ് ക്രേസി. എന്തുകൊണ്ടാണ് വില്ലേജേഴ്സ്, ഗ്രാമവാസികൾ വിചാരിച്ചത് വില്യം ഒരു ഭ്രാന്തൻ, ഒരു ക്രേസി കുട്ടിയാണെന്ന് വിചാരിക്കാൻ കാരണം എന്താണ്? ബിക്കോസ് ഹീസ് കളക്ടിങ് തിങ്സ് ഫ്രം ട്രാഷ്. അവൻ എന്താണ് കളക്ട് ചെയ്യുന്നത്? ചവറ്റുകൊട്ടയിലുള്ള സാധനങ്ങളാണ് കളക്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് അവർ വിചാരിച്ചത് ഇവനൊരു ക്രേസി ബോയ് ആണെന്ന് വിചാരിക്കാൻ കാരണം അതാണല്ലേ. നെക്സ്റ്റ്, ഹൗ ഡിഡ് വില്യം ക്രിയേറ്റ് ദ ടവർ ഫോർ ദ വിൻമിൽ. എങ്ങനെയാണ് വില്യം ഈ വിൻമില്ലിൻ്റെ ടവർ ഉണ്ടാക്കിയത്? എങ്ങനെയാണ്? ദേ കട്ട് ലോങ് പ്ലാങ്ക്സ് ആൻഡ് ഹാമേർഡ് ദം ടുഗദർ ടു മേക്ക് ദ ടവർ ഫോർ ദ വിൻമിൽ.
ദേക്ക് പകരം എന്തെഴുതാം? ആരൊക്കെയാണ്? വില്യമും ജോഫ്രിയും ഗിൽബർട്ടും അല്ലേ? വില്യം, ജോഫ്രി ആൻഡ് ഗിൽബർട്ട് ക്രിയേറ്റ് ദ ടവർ ബൈ കട്ടിങ് ലോങ് പ്ലാങ്ക്സ് ഫ്രം ട്രീ ആൻഡ് ഹാമേർഡ് ദം ടുഗദർ. എന്നിട്ട് അവർ ഒരുമിച്ചിട്ട് എന്ത് ചെയ്തു? ഇതൊക്കെ ഹാമർ ചെയ്തിട്ട് അതിൻ്റെ ടവർ ഉണ്ടാക്കിയല്ലേ? നെക്സ്റ്റ്, വെൻ ഡിഡ് ദ ഓൺലുക്കേഴ്സ് സ്റ്റാർട്ട് ചിയറിങ്? എപ്പോഴാണ് ഓൺലുക്കേഴ്സ് കാഴ്ചക്കാർ ഇങ്ങനെ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങിയത്? ദ ഓൺലുക്കേഴ്സ് സ്റ്റാർട്ടഡ് ചിയറിങ് വെൻ ദ ബൾബ്സ് ഗ്ലോഡ് ബ്രൈറ്റ് ലൈക്ക് എ സൺ. സൂര്യനെ പോലെ ഈ ബൾബ് ഇങ്ങനെ കത്തിയപ്പോഴാണ്, തെളിഞ്ഞപ്പോഴാണ് ആര്? ഓൺലുക്കേഴ്സ് കാഴ്ചക്കാരിങ്ങനെ ശബ്ദമുണ്ടാക്കിയതല്ലേ? നെക്സ്റ്റ്, വൈ ഡിഡ് വില്യം തിങ്ക് ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ? എന്തുകൊണ്ടാണ് വില്യം വിചാരിച്ചത് അവൻ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ എന്ന് വിചാരിക്കാൻ കാരണം എന്താണ്? ഹി തിങ്ക് ദാറ്റ് ബിക്കോസ് ഹിസ് എയിം ഈസ് ടു മേക്ക് എ പവർഫുൾ വിൻമിൽ. അവൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു പവർഫുൾ ആയിട്ടുള്ള വിൻമിൽ ഉണ്ടാക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം. വിച്ച് ഹെൽപ്സ് ടു പമ്പ് വാട്ടർ വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു പവർഫുൾ വിൻമിൽ ഉണ്ടാക്കിയാണ് അവൻ്റെ ലക്ഷ്യം. പക്ഷേ അവൻ എന്ത് മാത്രമേ ഇപ്പോൾ ചെയ്തുള്ളൂ? അവനൊരു ബൾബ് കത്തിച്ചത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അവൻ വിചാരിക്കാൻ കാരണം എന്ത്? അവൻ തുടങ്ങിയതേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ കാരണം അതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.